എല്ലാവർക്കും നമസ്കാരം. മലയാളം പാഠപുസ്തകത്തിലെ 7ാം പാഠമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ എഴുതിയ ഒരു കുട്ടിക്കവിതയാണ് പാഠഭാഗത്ത്. ഒരു കുട്ടിയും പ്രാവും തമ്മിലുള്ള സംഭാഷണ രൂപത്തിലാണ് ഈ കവിത. സംഭാഷണ രൂപത്തിലുള്ള കവിത എന്ന് പറഞ്ഞാൽ അതെന്താണ് എന്നാവും നിങ്ങൾ ചിന്തിക്കുന്നത്. രണ്ടുപേർ തമ്മിൽ സംസാരിക്കുന്ന രൂപത്തിലുള്ള കവിതയാണ് സംഭാഷണ രൂപത്തിലുള്ള കവിത. ഇനി നമുക്ക് കുട്ടിയും പ്രാവും എന്ന ഈ കവിത ഒന്ന് കേട്ടു നോക്കാം. പാഠം 7. കുട്ടിയും പ്രാവും. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. പോകരുതേ, വാവാ കൂട്ടിനകത്താക്കാം. പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും ഞാൻ നൽകാം. കൊള്ളാം കുഞ്ഞേ നിന്നിഷ്ടം, തള്ളാൻ പാടില്ലെന്നാലും ഞാനങ്ങോട്ടേക്കില്ലിപ്പോൾ മാനം നോക്കിപ്പോകുന്നു. അയ്യോ പ്രാവേ പോകരുതേ, പയ്യും ദാഹവുമുണ്ടാമേ. വേനൽ കാലത്തുച്ചയ്ക്കോ മാനം നോക്കി സഞ്ചാരം. എന്തിനു കുഞ്ഞേ പേടി, നിക്കീഷൻ നൽകിയ ചിറകില്ലേ. വേണും നേടം പോകട്ടെ, കാണും വസ്തു ഭുജിക്കട്ടെ. എല്ലാവർക്കും കവിത ഇഷ്ടപ്പെട്ടോ? നല്ല കവിത അല്ലേ? ആരാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്? ഉള്ളൂർ എസ് പരമേശ്വരയ്യർ എന്ന കവിയാണ് നമ്മുടെ കുട്ടിയും പ്രാവും എന്ന കവിത എഴുതിയിട്ടുള്ളത്. ദേ ഈ ചിത്രത്തിൽ കാണുന്ന കവിയാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ഇനി ആരെല്ലാം തമ്മിലാണ് സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് നമ്മുടെ കവിതയിൽ? കുട്ടിയും പ്രാവും. കുട്ടി പ്രാവിനോട് എന്തെല്ലാമാണ് ചോദിക്കുന്നത്? പ്രാവ് എന്തെല്ലാമാണ് കുട്ടിയോട് മറുപടി പറയുന്നത്? നമുക്ക് നോക്കാം. കുട്ടി പ്രാവിനോട് എന്താണ് ചോദിക്കുന്നത്? പ്രാവേ പ്രാവേ പോകരുതേ, വാവാ കൂട്ടിനകത്താക്കാം. പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും ഞാൻ നൽകാം. എന്താണ് കുട്ടി ചോദിച്ചത്? പറന്നു പോകുന്ന പ്രാവിനോട് പോകരുത്, കൂട്ടിനകത്താക്കാം. പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും നൽകാം എന്ന് പറയുന്നു. നൽകാം, കൊടുക്കാം. പ്രാവ് എന്താണ് മറുപടി പറയുന്നതെന്ന് നമുക്ക് നോക്കാം. കൊള്ളാം കുഞ്ഞേ നിന്നിഷ്ടം, തള്ളാൻ പാടില്ലെന്നാലും ഞാനങ്ങോട്ടേക്കില്ലിപ്പോൾ മാനം നോക്കിപ്പോകുന്നു. പ്രാവ് മറുപടി പറയുകയാണ്. നിന്റെ ഇഷ്ടം തള്ളാൻ പാടില്ല, പക്ഷേ ഞാനിപ്പോൾ നിന്റെ അരികിലേക്കില്ല, ഞാൻ മാനം നോക്കി പോകുകയാണ് എന്ന് പ്രാവ് മറുപടി പറഞ്ഞു. അത് കേട്ട കുട്ടി പ്രാവിനോട് പറഞ്ഞു, അയ്യോ പ്രാവേ പോകരുതേ, പയ്യും ദാഹവുമുണ്ടാമേ. വേനൽ കാലത്തുച്ചയ്ക്കോ മാനം നോക്കി സഞ്ചാരം. കുട്ടി പറയുന്നത് ഇപ്രകാരമാണ്. നീ പോകരുത് പ്രാവേ, നിനക്ക് വിശപ്പും ദാഹവും ഉണ്ടാകില്ലേ? വേനൽക്കാലത്ത് ഉച്ചയ്ക്കാണോ നീ മാനം നോക്കി സഞ്ചരിക്കുന്നത്? ഉച്ചയ്ക്ക് സഞ്ചരിക്കുമ്പോൾ നല്ല ചൂടാവില്ലേ? നിനക്ക് വിശപ്പും ദാഹവും സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ട് പോകരുത്. പ്രാവ് മറുപടി പറയുന്നു.
എന്തിനു കുഞ്ഞേ പേടിയെനിക്കീശൻ നൽകിയ ചിറകില്ലേ, വേണുന്നേടം പോകട്ടെ, കാണും വസ്തു ഭുജിക്കട്ടെ. എന്തിനാണ് കുഞ്ഞെ പേടിക്കുന്നത്? എനിക്ക് ഈശ്വരൻ തന്ന ചിറകില്ലേ, ഞാൻ ആവശ്യമുള്ളിടത്ത് പോവുകയും കാണുന്ന വസ്തു ഭക്ഷിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാവ് മറുപടി പറയുന്നു. ഭുജിക്കുക എന്ന് പറഞ്ഞാൽ കഴിക്കുക, ഭക്ഷിക്കുക. ഈശൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഈശ്വരൻ. വേണുന്നേടം, വേണുന്നേടം എന്താണ്? വേണുന്നേടം എന്ന് പറഞ്ഞാൽ മീനിങ്, വേണുന്നേടം ഇഷ്ടപ്പെട്ട സ്ഥലം, യോജിച്ച സ്ഥലം. പയ്യ്, പയ്യ് എന്ന വാക്കിനർത്ഥം വിശപ്പ്. അടുത്തതായി ഈ കവിതാഭാഗത്തെ പുതിയ പദങ്ങൾ, അവയുടെ അർത്ഥം എന്നിവ നമുക്ക് മനസ്സിലാക്കാം. പ്രാവ്, സഞ്ചാരം, പയ്യ്, ഈശൻ, ദാഹം, വസ്തു, വേനൽക്കാലം, ഭുജിക്കുക. ഇനി സഞ്ചാരം, സഞ്ചാരം എന്ന് പറഞ്ഞാൽ യാത്ര. പയ്യ് വിശപ്പ്, ഈശൻ ഈശ്വരൻ, ദാഹം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അല്ലേ, ദാഹം എന്താണെന്നുള്ളത്. വസ്തു, വസ്തു എന്ന് പറഞ്ഞാൽ സാധനം. വേനൽക്കാലം, നല്ല ചൂടുള്ള സമയം. ഭുജിക്കുക, ഭുജിക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുക. അടുത്തതായി നിങ്ങൾക്കുള്ള ഹോംവർക്ക് ആണ്. 2 കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ഒന്നാമത്തെ കാര്യം ഈ കവിത ചൊല്ലി പഠിക്കുക. 2, കവിത 2 പേർ ചേർന്നുള്ള സംഭാഷണമാക്കി എഴുതുക. സംഭാഷണ രൂപത്തിലേക്ക് ഈ കവിത മാറ്റി എഴുതുക.